ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രാജ്യവ്യാപകമായി നടപ്പിലാക്കിയ അടിയന്തര അപകട മുന്നറിയിപ്പ് സംവിധാനമായ സെൽ ബ്രോഡ്കാസ്റ്റ് സേവനം താൽക്കാലികമായി നിർത്തിവെച്ചു. ഈ മാസം 12-ാം തീയതി പുറപ്പെടുവിച്ച പ്രത്യേക ഉത്തരവിലൂടെയാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സെൽ ബ്രോഡ്കാസ്റ്റ് സന്ദേശങ്ങൾ അയക്കേണ്ടതില്ലെന്ന് അതോറിറ്റി വ്യക്തമാക്കിയത്. പ്രകൃതി ദുരന്തങ്ങളും മറ്റ് അടിയന്തര സാഹചര്യങ്ങളും ജനങ്ങളിൽ വേഗത്തിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് വിജയകരമായി പ്രവർത്തിച്ചു വന്ന ഒരു സംവിധാനമാണ് ഇതോടെ പെട്ടെന്ന് സ്തംഭിച്ചിരിക്കുന്നത്. സേവനം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ NDMA-യുടെ അടുത്ത നിർദ്ദേശങ്ങൾക്ക് വിധേയമായി യഥാസമയം അറിയിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയതായി PTI റിപ്പോർട്ട് ചെയ്യുന്നു. ഡൽഹി NCR മേഖലയിലുടനീളമുള്ള മൊബൈൽ ഫോണുകളിൽ തുടർച്ചയായി അടിയന്തര കാലാവസ്ഥാ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ നടപടി ഉണ്ടായിരിക്കുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ ഡൽഹി, നോയിഡ, ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് എന്നിവിടങ്ങളിലെ താമസക്കാർക്ക് കടുത്ത ഇടിമിന്നൽ, ശക്തമായ മഴ, ശക്തമായ കാറ്റ് എന്നിവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന നിരവധി സന്ദേശങ്ങളാണ് ലഭിച്ചത്. അതീവ ഗുരുതരമായ മുന്നറിയിപ്പ് എന്ന തലക്കെട്ടോടെ വന്ന ഒരു സന്ദേശത്തിൽ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ആഗ്ര, അലിഗഡ്, ബാഗ്പത്, ബിജ്നോർ, ഗാസിയാബാദ്, ഹാഗ്പൂർ, ഹാത്സറാത്ത്, മഥുര, മീററ്റ്, മുസാഫർ നഗർ, സഹാൻപൂർ, ഷാംലി എന്നീ പ്രദേശങ്ങളിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടും ശക്തമായ മഴയോടും ആലിപ്പഴ വർഷത്തോടും കൂടി കടുത്ത ഇടിമിന്നൽ ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. മണിക്കൂറിൽ 70 മുതൽ 90 കിലോമീറ്റർ വരെയും ചിലപ്പോൾ 100 കിലോമീറ്ററിലധികവും വേഗതയുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് ഈ സന്ദേശങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ സംവിധാനം പെട്ടെന്ന് നിർത്തിവച്ചതിന് പിന്നിലെ കൃത്യമായ കാരണം അധികൃതർ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് അർദ്ധരാത്രിയിൽ ഇത്തരമൊരു മുന്നറിയിപ്പ് സന്ദേശം എത്തിയതാണ് ഇതിന് പ്രേരിപ്പിച്ചതെന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചന. സാധാരണഗതിയിൽ രാജ്യത്തെ അതിപ്രധാന പദവികൾ വഹിക്കുന്ന VVIPകളുടെ ഫോൺ നമ്പറുകളെ ഇത്തരം പൊതു ബ്രോഡ്കാസ്റ്റ് സന്ദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ സാങ്കേതികപരമായ കാരണങ്ങളാൽ പ്രധാനമന്ത്രിയുടെ നമ്പറിലേക്കും വലിയ ശബ്ദത്തോടെയുള്ള സന്ദേശമെത്തിയത് അടിയന്തര നടപടിക്ക് കാരണമായതായി കരുതപ്പെടുന്നു. VVIP നമ്പറുകളെ ഈ സംവിധാനത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനും സാങ്കേതിക അല്ലെങ്കിൽ പ്രവർത്തനപരമായ കാര്യങ്ങളിൽ പുനഃപരിശോധന നടത്തുന്നതിനും വേണ്ടിയാണ് ബന്ധപ്പെട്ട ഏജൻസികളുമായി ചേർന്ന് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്. ഭാവിയിൽ ഈ സംവിധാനം കൂടുതൽ ഫലപ്രദവും സുരക്ഷിതവുമായി നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാൻ അധികൃതർ ഇതിന്റെ പ്രവർത്തന രീതികളും പ്രോട്ടോകോളുകളും പരിശോധിക്കുന്നതുവരെ മാത്രമായിരിക്കും ഈ താൽക്കാലിക നിർത്തിവെക്കലെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട്. മൊബൈൽ ഉപയോക്താക്കൾക്ക് അടിയന്തര മുന്നറിയിപ്പുകളും ദുരന്ത സംബന്ധമായ വിവരങ്ങളും നേരിട്ടെത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പൊതു മുന്നറിയിപ്പ് സംവിധാനമാണ് സെൽ ബ്രോഡ്കാസ്റ്റ് സേവനം. മൊബൈൽ ഫോണുകളിൽ വലിയ ശബ്ദത്തോടു കൂടി അലർട്ട് ബോക്സുകളുടെ രൂപത്തിലാണ് ഈ സന്ദേശങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഫോണുകൾ സൈലന്റ് മോഡിൽ ആണെങ്കിൽ പോലും ഈ ശബ്ദം കേൾക്കാൻ സാധിക്കുമെന്നതായിരുന്നു ഇതിന്റെ പ്രത്യേകത. സാധാരണ SMS സന്ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നെറ്റ്വർക്ക് തിരക്ക് അനുഭവപ്പെടുന്ന സമയങ്ങളിൽ പോലും ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തുള്ള ദശലക്ഷക്കണക്കിന് ഉപകരണങ്ങളിലേക്ക് ഒരേ സമയം ഈ സന്ദേശങ്ങൾ എത്തിക്കാൻ സാധിക്കും.